കേരളമൊട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വടക്കാഞ്ചേരിയിലും. വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം. ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ. കിലോ ബസാർ വടക്കാഞ്ചേരി, നിയർ ബ്ലോക്ക് ഓഫീസ് അകമല. കോൺടാക്ട് 9037921329. വടക്കാഞ്ചേരിയുടെ മാലിന്യമുക്ത പദവിക്ക് മുകളിൽ തുരുമ്പെടുത്ത ഒരു വലിയ ചോദ്യചിഹ്നം. പഴയ വടക്കാഞ്ചേരി ഗേറ്റ് പുല്ലാനിക്കാട് പ്രദേശത്ത് പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ വർഷങ്ങളായി റോഡരികിൽ കുന്നുകൂടി കിടക്കുകയാണ്. മാലിന്യമുക്ത നഗരസഭയെന്ന് ബോർഡുകൾ തൂക്കുമ്പോഴും വഴിയിൽ കിടക്കുന്ന ഈ ഇരുമ്പ് മാലിന്യങ്ങൾ മാത്രം അധികൃതരുടെ കണ്ണിൽപ്പെടുന്നില്ല. തെക്കുംകര ഭാഗത്തേക്ക് പോകുന്ന കുട്ടികൾക്കും യാത്രക്കാർക്കും ഈ വണ്ടിക്കൂട്ടങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ഇവിടെ രണ്ട് വണ്ടികൾക്ക് പാസ് ചെയ്തു പോകാനുള്ള സ്ഥലമില്ല. ഇന്നലെ കാൽനടക്കാർക്കും അത് ഒരുപാട് അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ പാഴ്വസ്തുക്കളും കൊണ്ടുവന്നിടാൻ പറ്റിയ ഇടാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ പരിസരവാസികൾ മനുഷ്യരല്ലാത്ത പോലെയാണ് ഇവിടെ പെരുമാറ്റം കാണുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷൊർണൂർ തൃശ്ശൂർ സംസ്ഥാന പാതയിലെ പഴയ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ പുല്ലാനിക്കാട് പ്രദേശത്താണ്. ഇവിടെ നമുക്ക് കാണാം വടക്കാഞ്ചേരി പോലീസ് നിയമലംഘനങ്ങളുടെ പേരിൽ പിടിച്ചിട്ട ഒരുപാട് വാഹനങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഈ വാഹനങ്ങൾ PWD റോഡിലേക്ക് കയറിക്കൊണ്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് പരിസരവാസികളായ നാട്ടുകാരോട് തന്നെ ചോദിക്കാം, ഈ വാഹനങ്ങൾ ഇവിടെ കിടക്കുന്നത് കൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള പ്രയാസങ്ങളാണ് അവർക്ക് ഉണ്ടാകുന്നതെന്ന് അവരോട് തന്നെ ചോദിക്കാം. ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് വർഷങ്ങളായിട്ട് ഈ വണ്ടികൾ ഇവിടെ കിടക്കുക. ഇത് മാത്രമല്ല, പുറകിലും കുറേ വണ്ടികൾ കിടക്കുന്നുണ്ട്. ഇതുകൊണ്ട് പ്രധാനമായിട്ടും കാൽനടക്കാർക്ക് തന്നെയല്ല മറ്റ് യാത്രക്കാർക്ക് വണ്ടികളായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ പെട്ടെന്നുള്ള ഈ തിരിവിലും കയറി വരുമ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികളൊന്നും കാണില്ല. ഇവിടെ രണ്ട് വണ്ടികൾക്ക് പാസ് ചെയ്ത് പോകാനുള്ള സ്ഥലമില്ല. ഇന്നലെ കാൽനടക്കാർക്കും അത് ഒരുപാട് അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ വളരെ വൈകാതെ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ട് ഇവിടെ വെറുതെ പാഴ്വസ്തുവായിട്ട് കിടക്കുന്ന വണ്ടികൾ ഇവിടുന്ന് മാറ്റി റോഡ് ക്ലിയർ ചെയ്യണം. കാരണം നോക്കിയാൽ അറിയാൻ പറ്റും വണ്ടി കിടക്കുന്നതൊക്കെ റോഡിലേക്ക് നീങ്ങിയിട്ടാണ് കിടക്കുന്നത് കേട്ടോ. ഈ വിഷയം നിങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ പരാതിയായിട്ട് എങ്ങാനും ഉന്നയിച്ചിരുന്നോ? ഉണ്ട്, ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. കാരണം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ്. ജനങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മാർഗത്തിലൂടെ കടന്നു പോകാൻ വേണ്ടി അങ്കക്കാട് ഭാഗത്തോട് തൃശ്ശൂർ നമ്മുടെ എന്താ പറയുക, നമ്മുടെ വാഴാനി ഭാഗത്ത് എളുപ്പമാർഗ്ഗമാണ്. പക്ഷേ ഈ ഭാഗം നല്ല റഷ് ഏരിയയാണ്, വാഹനങ്ങൾക്ക് പോകാനും വരാനും. പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഒരു ജനങ്ങളല്ല എല്ലാവരും വാഹനങ്ങളടക്കം ഭയങ്കര പ്രയാസമാണ്. ഇടിയോട് ഇടി എന്നുള്ളത് പല തവണയും കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ യൂണിയനിലത്തെ പല ആൾക്കാരുമാണ് ഇതെപ്പോൾ കിട്ടിയ കുട്ടി ഇപ്പോൾ ഇതെപ്പോൾ വീട് ഇതെപ്പോൾ വലിച്ചു പോയത് അത്ര വരെ എത്തിയിട്ടുള്ള കണ്ടീഷനാണ് ഈ വാഹനം. ഈ പാഴ്വസ്തുക്കൾ കൂട്ടിയിടാൻ വേണ്ടിയിട്ടാണ് പഴയ ഷൊർണൂർ തൃശ്ശൂർ റോഡ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗത്തിൽ ഇക്ക പറഞ്ഞ പോലെ തന്നെ എത്രയും വേഗത്തിൽ ഈ പാഴ്വസ്തുക്കൾ ഇവിടുന്ന് മാറ്റി സുരക്ഷിത മേഖലയിലേക്ക് കൊണ്ടുപോകാനാണ് പറയുന്നത്. അല്ലാണ്ട് സുരക്ഷിതമുള്ള മേഖലയിൽ കൊണ്ട് ഡംപ് ചെയ്യാണ്ട് സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്, വേറെ ഒന്നുമില്ല. വടക്കാഞ്ചേരി ടൗണിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി തെക്കുംകര പഞ്ചായത്തിലെ വാഹനയാത്രക്കാർ പ്രധാനമായും ഉപയോഗിക്കുന്ന റോഡാണ് ഇത്. അതുകൊണ്ട് തന്നെ വാഹന ബാഹുല്യം വളരെ അധികമാണ്. അതുമാത്രമല്ല, ഈ പ്രദേശത്ത് സെൻറ്റ് ഫ്രാൻസിസ് സ്കൂൾ അതുപോലെ തന്നെ സെൻറ്റ് പൈസസ് സ്കൂളിലെ വിദ്യാർത്ഥികളും ഉപയോഗിക്കുന്ന ഒരു റോഡായതുകൊണ്ട് തന്നെ അപകടങ്ങൾക്ക് ഒരുപാട് സാധ്യതയുണ്ട്. നിരവധി അപകടങ്ങൾ ഇവിടെ അരങ്ങേറുന്നുമുണ്ട്. ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കേണ്ടത് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ അധികാരികളാണ്. ഒപ്പം വടക്കാഞ്ചേരി നഗരസഭയ്ക്കും ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്. കാരണം ഈ വാഹനങ്ങൾ ഇവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ പരിസരം വളരെ മാലിന്യമായി മൊന്തക്കാടുകൾ കയറിക്കൊണ്ടാണ് ഇവിടെ കിടക്കുന്നത്. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയെക്കുറിച്ച് നമുക്കറിയാം. മാലിന്യമുക്ത നവകേരളത്തിൽ നിരവധി പുരസ്കാരങ്ങൾ മേടിച്ചിട്ടുള്ള മുനിസിപ്പാലിറ്റിയിൽ ഇത്തരമൊരു പ്രദേശം ഇത്രയും മാലിന്യമായി കിടക്കുന്നത് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് തന്നെ വളരെയധികം പേരുദോഷമുണ്ടാക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അധികാരികൾ എത്രയും പെട്ടെന്ന് അടിയന്തരമായി ഇടപെടണമെന്നാണ് പൊതുജനത്തിൻ്റെ ആവശ്യം.